ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ENI ടെക്കിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ വിഷയം എങ്ങനെയാണ് ഒരു പ്രൊപ്പല്ലർ ബാലൻസ് ചെയ്യുന്നു എന്നതിനെ കുറിച്ചാണ്. നോർമലി ഈ ഫീൽഡിലേക്ക് RC എയർക്രാഫ്റ്റ് ചെയ്യുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർ സെലക്ട് ചെയ്യുന്നത് ഈ ടൈപ്പ് പ്രൊപ്പായിരിക്കും. GWS പ്രൊപ്പ് എന്നാണ് ഇതിന് പറയുന്ന പേര്. നോർമലി നിങ്ങൾക്കറിയാം, ഒരു ഡ്രോൺസ് ഫ്ലൈ ചെയ്യുന്ന പോലല്ല ഒരു എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്യുന്നത്. ഒരു റേസിംഗ് ഡ്രോൺ ഫ്ലൈ ചെയ്യുന്ന പോലല്ല നോർമൽ ഹെലിക്യാം ഫ്ലൈ ചെയ്യുന്നത്. ഹെലിക്യാമും റേസിംഗ് ഡ്രോണും ഫ്ലൈ ചെയ്യുന്ന പോലല്ല ഒരു ഹെലികോപ്റ്റർ ഫ്ലൈ ചെയ്യുന്നത്. അതായത് ഇതിന്റെ പ്രൊപ്പല്ലർ ബ്ലേഡ്സിന് ഡിഫറൻസ് വളരെയേറെയുണ്ട്. ഈ ടൈപ്പ് പ്രൊപ്പല്ലർ യൂസ് ചെയ്യാം ഡ്രോൺസിൽ ഇത്തരം പ്രൊപ്പല്ലർ യൂസ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. ഇത് വളരെ ഫ്ലെക്സിബിൾ ആണ്. നിങ്ങൾ കണ്ടാൽ മനസ്സിലാകും, ഇത് വളരെ ഫ്ലെക്സിബിൾ ആണ്. അതുകൊണ്ട് തന്നെ സഡൻ ആയിട്ടുള്ള ഒരു കൺട്രോൾ ചെയ്യുമ്പോൾ ഈ പ്രൊപ്പല്ലറിന് നല്ല രീതിയിലുള്ള ചേഞ്ചസ് വരാൻ സാധ്യതയുണ്ട്. ഇത് സ്ലോ ഫ്ലൈയിങ് പ്രൊപ്പല്ലർ ആണ്. നോർമലി ഒരാൾ സെർച്ച് ചെയ്യുമ്പോൾ സൈറ്റുകളിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഇത്തരം ടൈപ്പ് പ്രൊപ്പല്ലറുകളാണ്. മെയിൻ ആയിട്ട് ഇതിലുള്ള ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, ഒരു മോട്ടറിന്റെ RPM നിന്നും പ്രൊപ്പല്ലർ റൊട്ടേറ്റ് ആയി നമുക്ക് ത്രസ്റ്റ് കിട്ടുന്നു. ഈ ത്രസ്റ്റിന്റെ ഒരു ഭാഗം വൈബ്രേഷണൽ എനർജിയായി കൺവെർട്ട് ആയി പോകുന്നു. അതുകൊണ്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള പവർ ഔട്ട്പുട്ട് നമുക്ക് കിട്ടാതെ പോകുന്നു ഇത്തരം ടൈപ്പ് പ്രൊപ്പല്ലർ യൂസ് ചെയ്യുന്നതുകൊണ്ട്. അന്നേരം ഇത്തരം ടൈപ്പ് പ്രൊപ്പല്ലർ യൂസ് ചെയ്യുന്നുള്ള ഒരു ബുദ്ധിമുട്ട് പറയാൻ കാരണം, ഈ പ്രൊപ്പല്ലർ ബാലൻസ് ചെയ്യുമ്പോൾ പൊതുവെ നമുക്കത് മനസ്സിലാകാവുന്ന കാര്യമാണ്. നോർമലി ഇത് എല്ലാവരും ഇത്തരം പ്രൊപ്പല്ലർ മേടിച്ച് ഫിക്സ് ചെയ്തിട്ട് അങ്ങ് ഫ്ലൈ ചെയ്യുകയാണ് നോർമലി ചെയ്യുന്നത്. അന്നേരം ഇത്തരം പ്രൊപ്പല്ലർ ബാലൻസ് ചെയ്യുമ്പോൾ ഒരു പോരായ്മ എന്താണെന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. പ്രൊപ്പ് ബാലൻസർ നിങ്ങളൊരെണ്ണം പർച്ചേസ് ചെയ്തതിന് ശേഷം മാത്രം ടെസ്റ്റ് ചെയ്യുക. കാരണം പലരും നമ്മൾ കണ്ടുവരുന്നത് സെൻട്രിക്കടെ ഒരു ഷാഫ്റ്റ്, വുഡൻ ഷാഫ്റ്റോ മെറ്റൽ ഷാഫ്റ്റോ ഇൻസർട്ട് ചെയ്ത് ഹാങ് ചെയ്തൊക്കെ ടെസ്റ്റ് ചെയ്യുന്നതാണ് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളത്. പക്ഷെ അങ്ങനെ ചെയ്യുവാണെങ്കിൽ അതിൽ ഫ്രിക്ഷണൽ ഫോഴ്സ്, അങ്ങനെ കുറേ ഫോഴ്സസ് അതിനകത്ത് വരാൻ സാധ്യതയുണ്ട്. പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് പ്രൊപ്പല്ലർ ബാലൻസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതേപോലുള്ള പ്രൊപ്പല്ലർ ബാലൻസ് മേടിച്ചതിന് ശേഷം മാത്രം ചെയ്യുക. നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത്, പ്രൊപ്പല്ലർ ഏത് സൈഡിലാണോ ലൈറ്റ് വെയിറ്റ് ആ സൈഡിൽ സെലോ ടേപ്പ് ഒട്ടിക്കുക എന്നുള്ളതാണ്. ഇതുപോലത്തെ ട്രാൻസ്പെറൻറ്റോ കളേർഡ് ആയിട്ടുള്ള സെലോ ടേപ്പ്സ്, ഇലക്ട്രിക്കൽ വയറിങ്ങിന് യൂസ് ചെയ്യുന്ന സെലോ ടേപ്പ് അല്ല, ഇതേപോലത്തെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സെലോ ടേപ്പാണ് യൂസ് ചെയ്യേണ്ടത്. ചെയ്തതിന് ശേഷം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക പ്രൊപ്പല്ലർ ബാലൻസ് ആയോ എന്നുള്ളത്. ഇതേപോലത്തെ പ്രൊപ്പല്ലറുകൾ ബാലൻസ് ചെയ്യുന്ന കാര്യം വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് കുറച്ച് മുമ്പേ പറഞ്ഞ ഇത്തരം പ്രൊപ്പല്ലറുകൾ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. ഈ ഒരു പ്രൊപ്പല്ലർ നിങ്ങൾ പർച്ചേസ് ചെയ്യുവാണെങ്കിൽ ഈ രീതിയിലുള്ള വേരിയേഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വൈബ്രേഷൻ വന്ന് മോട്ടോർ മൗണ്ട് ലൂസാകാനും നമ്മുടെ മോട്ടറിൻ്റെ ബെയറിങ്സ് ഒക്കെ പോകാനും ഒക്കെ സാധ്യതയുണ്ട്. ഇത് പല പ്രാവശ്യം നമ്മൾ ബാലൻസ് ചെയ്യാൻ നോക്കിയാലും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് പൊതുവേ കണ്ടുവരുന്നത്. APC സ്റ്റൈല് പ്രൊപ്പ് ബാലൻസ് ചെയ്ത് നിങ്ങൾ കാണുമ്പോൾ ആ പ്രൊപ്പും ഇതുമായിട്ടുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ചില കേസിൽ ഇങ്ങനെയുള്ള പ്രൊപ്പല്ലർ നമ്മൾ എടുത്തിട്ട് ഹെവിയർ ആയിട്ടുള്ള ഭാഗം ചെറുതായിട്ട് സാൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ എവരി പേപ്പർ അല്ലെങ്കിൽ സാൻഡ് പേപ്പർ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഫൈനായിട്ടൊന്ന് സാൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. സാൻഡ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, കൂടുതൽ സാൻഡ് ആകാൻ പാടില്ല. കാരണം പ്രൊപ്പല്ലറിൻ്റെ ഷേപ്സിനും ആ ഒരു എയറോഫോയിൽ ഷേപ്പിനൊക്കെ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. സാധാരണ രീതിയിൽ സാൻഡ് ചെയ്യുന്നത് എന്ന് പറയുന്ന നൈട്രോ എൻജിൻസ്, അതുപോലെ ഗ്യാസോലിൻ എൻജിൻസ് പ്രൊപ്പല്ലറിനൊക്കെയാണ് സാൻഡ്. അതിന് കാരണം പലപ്പോഴും ഫ്യൂവൽസൊക്കെ ഈ പ്രൊപ്പല്ലറിലൊക്കെ ചില ടൈമിൽ വീഴാൻ സാധ്യതയുണ്ട്. അന്നേരം ഈ സെലോ ടേപ്പ് ഇളകിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഫൈൻ സാൻഡ്. ശ്രദ്ധിച്ച് കാണും, കുറേ സെലോ ടേപ്പ് നമ്മൾ ആഡ് ചെയ്തിട്ട് പോലും പ്രൊപ്പല്ലർ ബാലൻസ് ആകുന്നില്ല. പേപ്പർ പിടിച്ച് നമ്മൾ നോക്കി, അതായത് സാൻഡ് പേപ്പർ പിടിച്ചിട്ട് നോക്കി, പല പണികളും നോക്കിയിട്ട് പ്രൊപ്പല്ലർ ബാലൻസ് ആകുന്നില്ല. ഇങ്ങനെയുള്ള പ്രൊപ്പല്ലർ ആയിരിക്കും നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ഈ പ്രൊപ്പല്ലർ ഡയറക്റ്റ് ഒരു മോട്ടറിലേക്ക് ഫിക്സ് ചെയ്യാൻ എന്ത് സംഭവിക്കും എന്നുള്ളത് ഞാൻ പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് തന്നെ ഊഹിക്കാവുന്നതേ ഉള്ളൂ. നോർമലി എല്ലാവരും സെലക്ട് ചെയ്യുന്ന ഈ ടൈപ്പ് ഒരു മോട്ടറാണ്. ഇത് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാൻ കിട്ടുന്നതാണ് BLDC മോട്ടർ. ഇതിന്റെ കോൺഫിഗറേഷനും മറ്റുള്ളതൊക്കെ വരും വീഡിയോസിൽ നമ്മൾ പറയുന്നതായിരിക്കും.
ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് എങ്ങനെ പ്രൊപ്പല്ലർ ബാലൻസ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. ഈ ഫീൽഡിലുള്ള കുറെ സുഹൃത്തുക്കൾ നമ്മളെ വിളിച്ച് പ്രൊപ്പല്ലർ ബാലൻസ് എങ്ങനെയാണ് എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് അതിനെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്യുന്നത്. നോർമലി ഇതുപോലുള്ള ഒരു മോട്ടോർ പർച്ചേസ് ചെയ്യുകയും 9x6 പ്രൊപ്പ് അഡാപ്റ്ററിൽ അറ്റാച്ച് ചെയ്തിട്ട് ഒരു 30 amps CSC അല്ലെങ്കിൽ 3 years ഒരു 2200 ബാറ്ററിയും കണക്ട് ചെയ്തിട്ട് ബോഡി ഉണ്ടാക്കി ഫ്ലൈ ചെയ്യിപ്പിക്കുക ചെയ്യുന്നത്. പക്ഷേ ഇതിൽ ഏറ്റവും വലിയൊരു ബിഗിനേഴ്സിന് ഒരു വെല്ലുവിളി എന്ന് പറയുന്ന CG, സെന്റർ ഓഫ് ഗ്രാവിറ്റി എയർക്രാഫ്റ്റിന്റെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ടെയിൽ ഹെവി ആണോ അല്ലെങ്കിൽ നോസ് ഹെവി ആണോ എന്നുള്ളത് കണ്ടുപിടിക്കുകയാണ്. പക്ഷേ CG കറക്റ്റ് ആക്കിയെങ്കിൽ പോലും പ്രോപ്പറായി നിങ്ങൾ പ്രൊപ്പല്ലർ ബാലൻസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൺട്രോൾ ചെയ്താൽ കുറച്ച് ഡീവിയേഷൻ വരാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ വിചാരിക്കുന്നത് CG കറക്റ്റ് ആക്കാത്തത് കൊണ്ടാണോ നമ്മൾ കൺട്രോൾ ചെയ്യുമ്പോൾ എയർക്രാഫ്റ്റ് കൺട്രോൾ ആകാത്തത് എന്നുള്ളൊരു തോന്നൽ വരും. പിന്നെ ഫ്ലൈ ചെയ്ത് ലാൻഡ് ചെയ്യിപ്പിക്കുന്ന ടൈമിൽ മോട്ടർ മൗണ്ട് ലൂസ് ആയിരിക്കുന്നതായിട്ട് കാണാൻ കഴിയും. മോട്ടർ മൗണ്ട് പൊതുവേ നമ്മൾ ടൈറ്റായിട്ട് ചിലപ്പോൾ ബോഡിയിൽ ഫിക്സ് ചെയ്യായിരിക്കും. മോട്ടർ മൗണ്ട് ഭയങ്കര ലൂസ് ആയിട്ടിരിക്കുന്നതായിട്ട് കാണാൻ കഴിയും. അന്നേരം നിങ്ങൾ വിചാരിക്കും ലാൻഡ് ചെയ്ത ടൈമിൽ എവിടെങ്കിലും പ്രൊപ്പല്ലർ ഹിറ്റ് ആയതിന്റെ ഫലമായിട്ടായിരിക്കും മോട്ടർ ലൂസ് ആയെന്ന് വിചാരിക്കും. പക്ഷെ അതൊന്നുമല്ല. പ്രൊപ്പല്ലർ പ്രോപ്പറായിട്ട് ബാലൻസ് ചെയ്തില്ലെങ്കിൽ അത് മോട്ടർ മൗണ്ടിനെ തീർച്ചയായിട്ടും ബാധിക്കുന്നതാണ്. നോർമലി ഒരു എൻജിൻസ് എയർക്രാഫ്റ്റിന്റെ കേസിൽ, നൈട്രോ ആയാലും ഗ്യാസോലൈൻ എൻജിന്റെ കേസിലും തീർച്ചയായിട്ടും കുറച്ചൊക്കെ ഒരു വൈബ്രേഷൻ വരാൻ സാധ്യതയുണ്ട്. കാരണം എൻജിൻ വർക്ക് ചെയ്യുമ്പോൾ IC ഇന്റേണൽ കമ്പസ്റ്റൻ എൻജിൻ വർക്ക് ചെയ്യുമ്പോൾ എന്തായാലും കുറച്ചൊക്കെ വൈബ്രേഷൻസ് വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഒരു BLDC മോട്ടറിന്റെ കേസിൽ ആ വൈബ്രേഷൻ വരേണ്ട യാതൊരു കാര്യമില്ല. കാരണം നിങ്ങൾ BLDC മോട്ടറിൽ പ്രൊപ്പല്ലർ ഫിക്സ് ചെയ്യുന്നതിന് മുൻപായിട്ട് മോട്ടർ മാത്രം ഒന്ന് റൊട്ടേറ്റ് ചെയ്യിപ്പിച്ച് നോക്കുക. ഏതെങ്കിലും ടൈപ്പിലുള്ള വൈബ്രേഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. അതിനുശേഷം മോട്ടറിന്റെ കൂടെ പ്രൊപ്പ് അഡാപ്റ്റർ യൂസ് ചെയ്തിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് നോക്കുക. റൊട്ടേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഈ എൻഡിൽ പ്രൊപ്പ് അഡാപ്റ്ററിന്റെ എൻഡിലായിട്ട് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. അവിടെ ഏതെങ്കിലും രീതിയിലുള്ള വൈബ്രേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രൊപ്പ് അഡാപ്റ്റർ നിങ്ങൾ ചേഞ്ച് ചെയ്യേണ്ടതാണ്. ഇതേപോലെ ഈ കാണിക്കുന്നത് പോലെ വിത്തൗട്ട് പ്രൊപ്പ് അഡാപ്റ്റർ ഒന്ന് റൊട്ടേറ്റ് ചെയ്യിപ്പിച്ച് നോക്കണം. ചില പ്രൊപ്പ് അഡാപ്റ്റർ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ആ പ്രൊപ്പ് അഡാപ്റ്റർ മോട്ടർ ഷാഫ്റ്റ് ലൂസായിരിക്കുന്നത് കാണാൻ കഴിയും. അതിന് നമ്മൾ മോട്ടർ ഷാഫ്റ്റിൻ്റെ ചുറ്റിനും നമ്മുടെ ന്യൂസ് പേപ്പർ ജസ്റ്റ് ഒരു റൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ല ടൈറ്റായിട്ട് നല്ല ഫിറ്റായിട്ടിരിക്കുന്നത് കാണാം. പ്രൊപ്പ് അഡാപ്റ്ററിനും വൈബ്രേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രൊപ്പ് ഇടുമ്പോൾ വൈബ്രേഷൻ വരുന്നെങ്കിൽ അതെന്തിന്റെ കാരണമാണ്? തീർച്ചയായിട്ടും പ്രൊപ്പല്ലർ കറക്റ്റായിട്ട് ബാലൻസ് ചെയ്യാത്തതിന്റെ കുഴപ്പമാണ്. കാരണം ഇതിൽ ഈ പ്രൊപ്പല്ലർ ഗ്രാംസിന്റെ വേരിയേഷൻ ഒരു ഭാഗത്തുണ്ടെങ്കിൽ 20,000 RPM-ലൊക്കെ റൊട്ടേറ്റ് ചെയ്യുന്ന പ്രൊപ്പല്ലറാണ്. തീർച്ചയായിട്ടും എന്ത് പറ്റും? വൈബ്രേഷൻ വരും. നമ്മൾ ഫസ്റ്റിലെ ഈ എയർക്രാഫ്റ്റിൽ ഫിക്സ് ചെയ്യുന്നതിന് മുൻപ് അല്ലെങ്കിൽ ഫിക്സ് ചെയ്തതിന് ശേഷം പ്രൊപ്പല്ലർ ഇല്ലാതെ മോട്ടർ മാത്രം ഒന്ന് റൺ ചെയ്യിപ്പിക്കുക, വൈബ്രേഷൻ ഉണ്ടോ എന്നറിയാനായിട്ട്. അതിനുശേഷം മോട്ടറിൽ പ്രൊപ്പ് അഡാപ്റ്റർ ഫിക്സ് ചെയ്തിട്ട് നിങ്ങളൊന്ന് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുക. പ്രൊപ്പ് അഡാപ്റ്റർ ഫിക്സ് ചെയ്തിട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ വൈബ്രേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രൊപ്പല്ലർ അറ്റാച്ച് ചെയ്യാം. പ്രൊപ്പല്ലർ അറ്റാച്ച് ചെയ്യുമ്പോൾ വൈബ്രേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ നിന്നും മനസ്സിലാക്കാം പ്രൊപ്പല്ലർ എന്താണ് കറക്റ്റ് മാനറിലല്ല നിങ്ങൾ ഫിക്സ് ചെയ്തത്, അല്ലെങ്കിൽ പ്രൊപ്പ് ബാലൻസ്ഡ് അല്ല എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പൊതുവെ കണ്ടുവരുന്നൊരു വിഷയം എന്ന് പറഞ്ഞാൽ ഞാൻ പലപ്പോഴും ഒബ്സർവ് ചെയ്തപ്പോൾ മനസ്സിലായ ഒരു കാര്യമാണ്. ബിഗിനേഴ്സ് എയർക്രാഫ്റ്റ് ബിൽഡ് ചെയ്ത് ഫ്ലൈ ചെയ്യിപ്പിക്കുമ്പോൾ പ്രൊപ്പല്ലർ പ്രോപ്പറായിട്ട് ബാലൻസ് അല്ല എന്നുണ്ടെങ്കിൽ ഒരു സൗണ്ട് വരും. അതായത് റിയൽ എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്യുമ്പോൾ ഒരു വൈബ്രേഷൻ സൗണ്ട് പോലെ ഈ RC എയർക്രാഫ്റ്റിലൊരു സൗണ്ട് വരും. ഈ സൗണ്ട് കേൾക്കുമ്പോൾ ബിഗിനേഴ്സ് വിചാരിക്കും ഇത് മിനിയേച്ചർ എയർക്രാഫ്റ്റ് അല്ലേ, അതേപോലെ തന്നെ സൗണ്ട് ഉണ്ടാകും എന്നൊരു തോന്നൽ വരും. പക്ഷേ അത് പ്രൊപ്പല്ലർ പ്രോപ്പറായിട്ട് ബാലൻസ് ചെയ്യാത്തതിന്റെയാണ് ആ സൗണ്ട്. പ്രൊപ്പല്ലർ കറക്റ്റായിട്ട് പ്രോപ്പറായി ബാലൻസ് ചെയ്തതിനാൽ അത്രയും ഒന്നും സൗണ്ട് വരത്തില്ല. എൻജിൻസിന്റെ കേസിൽ, നൈട്രോ എൻജിൻസ് ഓർ ഗ്യാസോലൈൻ എൻജിൻസിന്റെ കേസിൽ തീർച്ചയായിട്ടും സൗണ്ട് വരും. കാരണം എൻജിന്റെ സൗണ്ട് BLDC മോട്ടറിന്റെ കേസിൽ അത്രയും ലാർജ് ആയിട്ടുള്ള ഒരു സൗണ്ട് വരേണ്ട യാതൊരു കാര്യവുമില്ല. അതിന് ഇങ്ങനെയുള്ള ഒരു വിഷയത്തിന് വൈബ്രേഷൻ എന്താണ് പരിഹാരം? ഒന്ന്, നമ്മൾ പ്രൊപ്പല്ലർ പ്രോപ്പറായിട്ട് ബാലൻസ് ചെയ്യാനുള്ളതാണ്. കുറച്ച് മുൻപേ ഞാനൊരു വീഡിയോ കാണിച്ചു. ഈ പ്രൊപ്പല്ലർ പല രീതിയിലും ബാലൻസ് ചെയ്യാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. ഇവിടെ സെലോ ടേപ്പ് നമ്മൾ ഒട്ടിച്ചു നോക്കി, സാൻഡ് ചെയ്തു, എന്നിട്ട് പോലും ഇത് ബാലൻസ് ആവുന്നില്ല. കാരണം ഇത് നല്ല രീതിയിൽ ഇംബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊപ്പല്ലറാണ്. ഇത് ബാലൻസ് ചെയ്താൽ നോക്കിക്കഴിഞ്ഞാൽ പലയിടത്തും ഈ പറഞ്ഞ പോലെ മെറ്റീരിയൽ പോവുകയും
അത് നമ്മൾ ഹൈ ആർ പി എം റൊട്ടേറ്റ് ആകുമ്പോൾ ഡ്രാഗ് ആകാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള പ്രൊപ്പല്ലർ മാറ്റി വെക്കുകയാണ് പൊതുവെ ചെയ്യേണ്ട ഒരു പരിപാടി. നെക്സ്റ്റ് APC പ്രൊപ്പല്ലർ എന്ന് പറഞ്ഞൊരു ടൈപ്പ് പ്രൊപ്പല്ലർ ഉണ്ട്. അന്നേരം ഇതാണ് നോർമലി എയർക്രാഫ്റ്റിനൊക്കെ യൂസ് ചെയ്യേണ്ട പ്രൊപ്പല്ലർ. ഇത് ഡ്രോൺസിന് യൂസ് ചെയ്താലും കുഴപ്പമില്ല. നോർമൽ ഈ പ്രൊപ്പല്ലറിനെക്കാട്ടിലും കുറച്ച് ഹെവിയാണ് ഈ പ്രൊപ്പല്ലർ. ഇത് ഹൈ ആർ പി എമ്മിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോഴും ഇതിനെ ഇങ്ങോട്ട് നോക്കിയ ഡീവിയേഷൻസ് ഒന്നും അധികം സംഭവിക്കുന്നില്ല. വളരെ ഹാർഡാണ്. പക്ഷേ നോർമലായിട്ടുള്ള കേസിൽ എല്ലാവരും ലൈറ്റ് വെയിറ്റ് ആക്കാനാണ് പൊതുവെ നോക്കുന്നത്. ലൈറ്റ് വെയിറ്റ് ആക്കാൻ നോക്കുമ്പോഴും ഓരോന്നിന്റെയും ഫംഗ്ഷൻ അനുസരിച്ച് പ്രൊപ്പല്ലർ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം വേണ്ടത്. ഇത് നോർമലായിട്ടുള്ള സൈറ്റിലൊന്നും പെട്ടെന്ന് കയറി നോക്കിയാലൊന്നും അവൈലബിൾ അല്ല. ഇത് നമ്മൾ ഈ ആർസി റിലേറ്റഡ് ആയിട്ടുള്ള സൈറ്റിൽ മാത്രം കയറി നോക്കിയാൽ ഒരുപക്ഷെ അവൈലബിൾ ആകത്തുള്ളൂ. അതായത് ഇങ്ങനെയുള്ള പ്രൊപ്പല്ലർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വൈബ്രേഷനിൽ നിന്നുള്ളൊരു പോരായ്മയും പിന്നെ നമുക്ക് നല്ല ഹൈ ത്രസ്റ്റ്, അതായത് പെർഫെക്റ്റ് നമ്മൾ മോട്ടർ ESC കോൺഫിഗറേഷൻ കറക്റ്റ് ആണെങ്കിൽ അതിന്റെ ത്രസ്റ്റ് നമുക്ക് കറക്റ്റ് ആയിട്ട് ഇത്രയും ടൈപ്പ് പ്രൊപ്പ് യൂസ് ചെയ്താൽ കിട്ടുന്നതാണ്. ഇത് GWS ടൈപ്പിലുള്ള പ്രൊപ്പ് ആണെങ്കിൽ പോലും ഇതിന് പൊതുവെ വൈബ്രേഷൻ കുറവാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം പ്രൊപ്പ് അഡാപ്റ്റർ വെച്ച് പൊതുവെ ചെയ്യുന്നതിനെക്കാട്ടിലും കൂടുതൽ വേൾഡ് വൈഡിൽ ഇത് ചെയ്യുന്നത് പ്രൊപ്പ് സേവർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതായത് പ്രൊപ്പ് അഡാപ്റ്റർ അലൂമിനിയം ജസ്റ്റ് ഒരു അഡാപ്റ്റർ കാണും. അതിൽ ഈ പ്രൊപ്പല്ലർ ഫിക്സ് ചെയ്തതിനു ശേഷം ഒരു ബ്ലാക്ക് കളർ റബ്ബർ ബാൻഡ് ഉണ്ട്. നല്ല തിക്കായിട്ട് ഉള്ള ഒരു റബ്ബർ ബാൻഡാണ്. അത് രണ്ട് സൈഡിലേക്ക് അറ്റാച്ച് ചെയ്യുമ്പോൾ ഈ പ്രൊപ്പല്ലർ ലോക്ക് ആയിരിക്കുകയും അങ്ങനെ എത്ര ഹൈ RPM റൊട്ടേറ്റ് ചെയ്ത് ഈ പ്രൊപ്പല്ലർ കറക്റ്റായി ബാലൻസ് അല്ലെങ്കിൽ പോലും ആ ഒരു വൈബ്രേഷണൽ എനർജി ആ റബ്ബർ ബാൻഡ് അബ്സോർബ് ചെയ്യുകയും ബോഡിയിലേക്ക് പാസ് ചെയ്ത് വിടാതിരിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത. ഇത്തരം ടൈപ്പ് പ്രൊപ്പല്ലർ നമ്മൾ സേവർ യൂസ് ചെയ്താൽ നമുക്ക് ആ ഒരു ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യാവുന്നതാണ്. തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു ക്വാളിറ്റി ഫീൽ ചെയ്യാൻ പറ്റുന്നതാണ്. അതിന്റെ ഒരു എക്സാമ്പിളായി ഞാനൊരു ഫോം പ്ലെയിൻ ഉണ്ട്. ആ ഫോം പ്ലെയിന്റെ പ്രൊപ്പല്ലർ നമ്മൾ ഈ പ്രൊപ്പ് സേവർ വെച്ചിട്ടാണ് അതിന്റെ ഒരു ഓപ്ഷൻ ചെയ്തിരിക്കുന്നത്. അതിന്റെ വീഡിയോസ് നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. റെഡിമെയ്ഡ് നമുക്ക് മേടിക്കാൻ കിട്ടുന്ന DJI Phantom അല്ലെങ്കിൽ മാവിക് ഇൻസ്പയർ സ്പാർക്ക് പോലുള്ള ഡ്രോൺസിന് പ്രൊപ്പല്ലർ ബാലൻസ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം അത് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഡിസൈനിങ്ങിൽ കമ്പനി മാനുഫാക്ചർ ചെയ്യുന്നത് കൊണ്ട് അത് നമ്മൾ പ്രൊപ്പല്ലർ പ്രോപ്പറായിട്ട് ബാലൻസ് ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് അങ്ങ് ഫിക്സ് ചെയ്താൽ മതിയാകും. ഇപ്പൊ നമ്മൾ പറഞ്ഞ പ്രൊപ്പിന്റെ സെന്ററിൽ സർക്കുലർ ഷേപ്പിലുള്ള ഹോളാണ് കാണുന്നത്. ചില ടൈപ്പ് പ്രൊപ്പല്ലറിൽ ചില കീസ്, അതായത് ചില കട്ടിങ്സ് കാണുന്നുണ്ട്. ഇങ്ങനെ കട്ടിങ്സ് ഉള്ള പ്രൊപ്പല്ലറും പൊതുവെ ബാലൻസ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം ആ പ്രൊപ്പ് കറക്റ്റ് സ്യൂട്ടായിട്ട് ആ മോട്ടോർ ഷാഫ്റ്റിൽ കയറി കിടന്നോളും. അത് ബാലൻസ് ചെയ്യേണ്ട കാര്യമില്ല. അതിനൊരു എക്സാമ്പിൾ റെഡി ടു സ്കൈഡ മോട്ടർ ഉണ്ട്. റെഡി ടു സ്കൈഡ മോട്ടറിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രൊപ്പ് അവൈലബിൾ ആണ്. ആ പ്രൊപ്പില് ജസ്റ്റ് ഒരു രണ്ട് കട്ടിങ്സ് ഇങ്ങനെ കാണും. അന്നേരം ആ കട്ടിങ്സ് നമ്മുടെ പ്രൊപ്പല്ലറിൽ കാണും. അതായത് ആ കട്ടിങ്സ് സ്യൂട്ടായിട്ട് പ്രൊപ്പല്ലർ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വൈബ്രേഷൻ വരേണ്ട ഒരു കാര്യം. മെയിനായിട്ട് നമ്മൾ നോക്കുന്നത് ഇത്തരം ടൈപ്പിലുള്ള പ്രൊപ്പല്ലർ പർച്ചേസ് ചെയ്യുമ്പോൾ അതിന്റെ കുറെ ബുഷസ് കിട്ടും. GWS പർച്ചേസ് ചെയ്താലും APC പ്രൊപ്പല്ലർ പർച്ചേസ് ചെയ്താലും കുറെ ബുഷസ് കിട്ടും. ഈ ബുഷസ് നമ്മൾ ഈ ഹോളില് സ്യൂട്ടായിട്ടുള്ളത് ഇവിടുന്ന് നമ്മൾ കട്ട് ചെയ്ത് ഫിക്സ് ചെയ്തിട്ടാണ് മോട്ടോർ ഷാഫ്റ്റിലേക്ക് നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. അന്നേരം പലപ്പോഴും നമ്മൾ കണ്ടുവരുന്ന ഒരു സംഭവം, ഇത് ഒരു ഡയൽ ചെയ്ത ഒരു പീസാണ് ഈ വാഷേഴ്സ്. അതായത് ഈ വാഷറിന്റെ ഈ ഒരു സർക്കുലർ ഷേപ്പിലുള്ള ബുഷിന്റെ രണ്ട് എൻഡിലും അതിന്റെ കണക്ഷൻസ് കാണാം. അതായത് പ്ലാസ്റ്റിക് ഇഞ്ചക്ഷൻ മെഷീനിൽ പ്ലാസ്റ്റിക് ഫില്ല് ചെയ്യാൻ, അതായത് ഈ ഒരു ബുഷിലേക്ക് ഫില്ല് ആകാനുള്ള രണ്ട് കണക്ടർ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് പൊതുവെ നമ്മൾ കട്ട് ചെയ്ത് ഈ പ്രൊപ്പല്ലറിലോട്ട് ഫിക്സ് ചെയ്യുമ്പോൾ ആ കണക്ടർ പ്രൊപ്പല്ലറിന്റെ ഇന്നർ സർഫസിൽ പ്രസ് ചെയ്ത് ഈ ഒരു ബുഷ് ജസ്റ്റ് സെന്റർ അല്ലാതെ ഓവൽ ഷേപ്പിൽ റൊട്ടേറ്റ് ചെയ്തതും കാണാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങൾ പൊതുവെ ശ്രദ്ധിക്കണം. ഒരു എയർക്രാഫ്റ്റ് ഒരു ഫോം ബോർഡ് അല്ലെങ്കിൽ ഡെപ്രോൺ ഷീറ്റിൽ നമ്മൾ ചെയ്ത് അതിന്റെ CG ഒക്കെ കറക്റ്റ് ചെയ്ത് സ്യൂട്ടബിൾ ആയിട്ട് തോന്നുന്ന ഒരു മോട്ടർ നമ്മൾ പർച്ചേസ് ചെയ്ത് BLDC മോട്ടർ പർച്ചേസ് ചെയ്തു, സെയിം കോൺഫിഗറേഷനുള്ള ESC പർച്ചേസ് ചെയ്തു,
ബാറ്റ് പർച്ചേസ് ചെയ്തു, റേഡിയോ കൺട്രോൾ നമ്മൾ പർച്ചേസ് ചെയ്തു, സെർവോ മോട്ടോഴ്സ് നമ്മൾ ഫിക്സ് ചെയ്തു, ഇതെല്ലാം കൺട്രോൾസ് എല്ലാം ഓക്കെ ആക്കി, CG എല്ലാം ഓക്കെ ആക്കി. പൊതുവെ ഈ കാര്യം ആരും ശ്രദ്ധിക്കാതെ വിടുന്നൊരു സംഭവമാണ്. യഥാർത്ഥത്തിൽ CG നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് പ്രൊപ്പല്ലർ പ്രോപ്പറായിട്ട് ബാലൻസ് ചെയ്യുക എന്നുള്ളത്. ഇത് APC സ്റ്റൈല് പ്രൊപ്പ് ബാലൻസ് ചെയ്യുന്ന മെത്തേഡാണ്. നമ്മൾ സെല്ലോ ടേപ്പ് നേരത്തെ കാണിച്ചതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് സ്റ്റിക്ക് ചെയ്യുക. APC സ്റ്റൈല് പ്രൊപ്പല്ലറുകൾക്ക് പൊതുവെ ഇംബാലൻസ് പൊതുവെ കുറവാണ്, നിങ്ങൾക്ക് അറിയാൻ പറ്റും. ജസ്റ്റ് ഒരു സെല്ലോ ടേപ്പ് നമ്മൾ ഫിക്സ് ചെയ്തപ്പോൾ തന്നെ ഏകദേശം നമ്മൾ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ആ ഒരു പോർഷന് ഇപ്പം ഹെവിയറായി താഴേക്ക് വന്നത് കാണാൻ കഴിയും. അതിനുശേഷം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് നോക്കുക. പ്രസ് ചെയ്ത് പ്രൊപ്പല്ലറിൻ്റെ മൂവ്മെൻ്റ് അനുസരിച്ച് നമ്മൾ സ്റ്റിക്ക് ചെയ്ത ആ സെല്ലോ ടേപ്പ് സിസർ വെച്ചിട്ട് ജസ്റ്റ് കട്ട് ചെയ്ത് അതിൻ്റെ വെയിറ്റ് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും രീതിയിലുള്ള സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. ഈ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ എന്തെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ അറിയിക്കുക. നമ്മൾ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് നമ്മുടെ RC റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ എന്ന് പറയുന്നത് 5 വർഷത്തെ അധ്വാനത്തിന്റെ ഫലമായി ഞാൻ ഒരു എഞ്ചിൻ നിർമ്മിക്കുകയുണ്ടായി. അന്നേരം അതിന്റെ ഒരു സ്റ്റോറി ആയിരിക്കും നെക്സ്റ്റ് നമ്മുടെ RC റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ. നെക്സ്റ്റ് നമ്മുടെ ചാനലിലെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വീട് വെക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും എല്ലാവരുടെയും ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ ഭാഗമാണ്. ചില വ്യക്തികൾ വീട് നിർമ്മാണ ചിലവ് ലാഭിക്കുവാൻ വേണ്ടി സ്വീകരിക്കുന്ന മാർഗങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മുടെ വീഡിയോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതേപോലെ സെല്ലോ ടേപ്പിന് പകരം നമ്മൾ ഗ്ലൂവും ഇതേപോലെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ പ്രൊപ്പല്ലർ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രം.